എല്ലാവരും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാനിലെ ഖാംനെയി ഭരണകൂടത്തിനെ മുടിവെട്ടി പകുതി മീശ പിടിച്ച് കീറിയ കളസവും ഇടിച്ച് ഷേവ് ഇസ്രയേൽ ബാനറും പിടിപ്പിച്ച് റോഡിലൂടെ നടത്തിക്കുമെന്ന് പറഞ്ഞ് തുരുമ്പടിച്ച് പഴക്കം ചെന്ന ആക്രി ആയുധങ്ങളും 70 മോഡൽ വൈസൺ യുദ്ധക്കപ്പലുകളുമായി യുദ്ധമെന്ന പേരും പറഞ്ഞ് മിഡിൽ ഈസ്റ്റിനെ അലങ്കോലമാക്കാൻ കയറി വന്ന ട്രംപും നെതന്യാഹുവും ഇപ്പോൾ നിക്കറിൽ അപ്പിയിടുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അമേരിക്കൻ പത്രമായ റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലാതെ മറ്റ് ഡൂക്കിലി ഒരു പത്രവുമല്ല. കനത്ത പരാജയം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇസ്രയേലും വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റോയിട്ടേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധമെന്നല്ല, ലോകത്തിലെ ഏത് കാഴ്ചയും കാണേണ്ടത് 8K സ്ക്രീനിലാണെന്ന് ഹോളിവുഡ് സിനിമയാണ് ലോകത്തെ പഠിപ്പിച്ചത്. എന്നാൽ 35 കൊല്ലം ഉപരോധത്തിൽ കിടന്ന ഇറാൻ സിനിമയിലെ യുദ്ധമല്ല, യഥാർത്ഥ യുദ്ധം 12Kയിൽ ട്രംപിനെ ഇപ്പോൾ നേരിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച ട്രംപിന്റെ പ്രസിഡന്റ് പദവിയുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. യുദ്ധം നീളുകയാണെങ്കിൽ അത് ആഗോളതലത്തിൽ സാമ്പത്തിക അനിശ്ചിതത്വത്തിന് കാരണമാകുമെന്നാണ് അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലുപരി ട്രംപിനെ സംബന്ധിച്ച് നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അയാൾക്കിത് വലിയ രാഷ്ട്രീയ പരീക്ഷണമായിട്ടാണ് ആഞ്ഞടിക്കുക. അമേരിക്കയിൽ ഇങ്ങനെ സാധാരണ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ജനങ്ങൾക്ക് സർക്കാരിനെ നിയന്ത്രിക്കാൻ കൂടുതൽ അവസരങ്ങൾ നൽകാൻ വേണ്ടിയാണ്. അതായത് ഒരു പ്രസിഡന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം 2 വർഷം കഴിയുമ്പോൾ ഇയാളുടെ ഭരണം എങ്ങനെയുണ്ടെന്ന് ജനങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഈ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് 5 വർഷം എന്ത് തോന്നിവാസം കാണിച്ചാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. 5 വർഷം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സോപ്പിട്ട് കുറച്ച് സാരിയും തുണിയും റേഡിയോയും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെയും വോട്ട് ചെയ്യും, വീണ്ടും അയാൾക്ക് തോന്നിവാസം കാണിക്കാനുള്ള അവസരമുണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ മന്ത്രിമാരൊക്കെ കിടന്ന് ഇങ്ങനെ വിളയുന്നത്. പക്ഷെ അമേരിക്കയിൽ നടക്കില്ല. അഥവാ ഇനി പ്രസിഡന്റ് അലവലാതിയാണെന്ന് തോന്നിയാൽ ജനങ്ങൾ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യും. അതോടെ പ്രസിഡന്റ് മൂഞ്ചി എന്ന് വേണം പറയാൻ. ട്രംപിനെ സംബന്ധിച്ച് യുദ്ധം മൂലം അമേരിക്കയിൽ സാമ്പത്തിക സമ്മർദ്ദം നേരിട്ടാൽ അത് വോട്ടർമാരെ സ്വാധീനിച്ച് വോട്ട് അയാൾക്കെതിരായിട്ട് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ട്രംപിന് കമ്പിയിൽ പിടിച്ച് വെറുതെ പ്രസിഡന്റ് സ്ഥാനത്ത് തൂങ്ങിക്കിടക്കാം എന്ന് മാത്രമേ പറ്റുള്ളൂ. സെനറ്റിൽ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക. അതോടുകൂടി ട്രംപിനെ സംബന്ധിച്ച് അയാളുടെ ഭരണാധികാരം വളരെ കുറയുകയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷമാവും പിന്നെ ഭരണം തൂക്കുക. പ്രസിഡന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ തടയാൻ പ്രതിപക്ഷത്തിന് കഴിയും. പിന്നെ കണ്ടിടത്തെല്ലാം ഓടി നടന്ന് യുദ്ധം ചെയ്യാനും തോറ്റോടി വരാനൊന്നും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ കണ്ട രാജ്യത്തിനെല്ലാം 100, 200, 500, 1000% ചുങ്കമടിച്ചൊന്നും കൊടുക്കാനും പറ്റില്ല. അത് പ്രതിപക്ഷം ചോദ്യം ചെയ്യും. അവരുടെയും കൂടി അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അമേരിക്കയ്ക്ക് ഒരു പൊതുവായ വിദേശ നയമുണ്ട്, അവരുടെ രാഷ്ട്രീയ നയങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് മാത്രമേ പ്രസിഡന്റ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് സ്വന്തമായിട്ട് രാജാവിനെ പോലെ ഭരിക്കുന്നത്. പുള്ളിയുടെ ഇഷ്ടത്തിനാണ് അമേരിക്ക ഇപ്പോൾ ഭരിക്കുന്നത്. അമേരിക്കയുടെ നിയമങ്ങളോ അടുത്ത പ്രതിപക്ഷം ഒന്നും പുള്ളിക്ക് പ്രശ്നമല്ല. ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് ഭൂരിപക്ഷം വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ മൂഞ്ചി മൂലക്കിരിക്കാം. അതുപോലെ തന്നെ സർക്കാർ കൊണ്ടുവരുന്ന ബജറ്റ് പാസ്സാക്കാതെ തടയാനും പ്രതിപക്ഷത്തിന് കഴിയും. അതുകൂടാതെ സർക്കാർ ഇടപെട്ട എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്താനും പ്രതിപക്ഷത്തിന് കഴിയും എന്നുള്ള മറ്റൊരു വലിയ കാര്യം കൂടിയുണ്ട്. എങ്കിൽ ട്രംപ് പെട്ടത് തന്നെ. അതോടെ എപ്സ്റ്റീൻ ഫയലും ട്രംപിന്റെ പേരിലുള്ള പോക്സോ കേസുമൊക്കെ അന്വേഷണ പരിധിയിലാവും. അതോടുകൂടി ഈ 75-76 വയസ്സുള്ള കിളവൻ പിള്ളേരെ പീഡിപ്പിച്ച കേസിൽ ജയിലിലേക്ക് പോകാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇന്ത്യയിലെ സകല ട്രംപ് ഭക്തരും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മിഡിൽ ഈസ്റ്റിൽ പോയി ഇറാനെ ചൊറിയാമെന്ന് കരുതിയ ട്രംപ് ചില്ലറ ഊരാക്കുടുക്കിലില്ല ഇപ്പോൾ ചെന്ന് ചാടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇസ്രായേലിനെ സംരക്ഷിക്കാൻ യുദ്ധത്തിനിറങ്ങിയ ട്രംപും നെതന്യാഹുവും ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ പൂർണ്ണമായും പൊളിച്ചെടുത്ത് തരിശാക്കുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ്. 10 രൂപ തച്ചുകൂലി വാങ്ങാതെ ഇറാൻ സ്വന്തം കൈക്കാശ് മുടക്കിയിട്ടാണ് വിശാല ഇസ്രയേൽ എന്ന നെതന്യാഹുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നത് എന്നോർക്കണം. ഈ നെതന്യാഹു ഒരു വലിയ മാപ്പുമായിട്ട് കുറേ നാളായിട്ട് നടക്കുകയാണ്. വിശാല ഇസ്രയേൽ എന്നുള്ളത്, അതായത് അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടി പിടിച്ചെടുത്തിട്ട് ഇസ്രയേലിൻ്റെ അണ്ടറിലാക്കി പുള്ളിക്ക് അവിടെ ഒരു രാജാവായിട്ട് ഇങ്ങനെ ഭരിക്കണം, വിശാലമാക്കി. സൗദി അറേബ്യയുടെ കുറേ ഭാഗം വരെ ഉണ്ട്, ആ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ഏരിയ പുള്ളി കവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പുള്ളിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ ഗസയിലുമൊക്കെ കിടന്ന് ഈ അടിക്കുന്നത് മുഴുവൻ. ട്രംപിനെ പോലെ ഒരു ഭ്രാന്തൻ കൂട്ടിന്. അപ്പോൾ ഈ മാപ്പുമായിട്ട് പുള്ളിക്ക് നടക്കുക വിശാല ഇസ്രയേൽ. അതിപ്പോൾ അത് ഇറാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിൻ്റെ ആ സ്വപ്നം ഇസ്രയേലിൽ നിന്നും തുടങ്ങിയേക്കാം എന്നുള്ള രീതിയിലാണ് ഇറാൻ ഇപ്പോൾ നെതന്യാഹുവിനെ സഹായിക്കുന്നത്. ഇസ്രായേലിലെ ഏറ്റവും വലിയ എയർപോർട്ടായ ബെൻഗുരിയൻ എയർപോർട്ട്
അതുപോലെ ഒട്ടുമിക്ക സൈനിക താവളങ്ങൾ, ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖം, തലസ്ഥാനമായ ടെല്ലവീവ്, തലസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള ജെറുസലേം പട്ടണം, പിന്നെ ബേത്ത് ഷെമേസ് എന്ന മറ്റൊരു പട്ടണം, അതുകൂടാതെ ഇസ്രായേലിന്റെ ഏതാണ്ടെല്ലാം മിസൈൽ വേദ സംവിധാനങ്ങളായ അയൺ ഡോമും, ഡേവിഡ് സ്പ്രിങ്, താഡ്, കൂടാതെ രാജ്യത്തെ മിക്കവാറും വൈദ്യുതി സംവിധാനങ്ങൾ, റോഡുകൾ, വാഹനങ്ങൾ, വ്യവസായ ഗോഡൌണുകൾ എല്ലാം ഇതിനകം തന്നെ നക്കിത്തടച്ച് വെടിപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഇനി വിശാല ഇസ്രായേൽ എന്നൊരു ബോർഡ് മാത്രം അവിടെ വെച്ചാൽ മതി, നിരപ്പായിട്ട് കിടപ്പുണ്ട്. എന്നാൽ ഈ വിശാല ഇസ്രായേൽ എന്നൊരു കാര്യം നടപ്പിലാകുമ്പോൾ നെതന്യാഹുവിന്റെ സാമ്രാജ്യം ഇല്ലാതാവുകയാണ് എന്നോർക്കണം. അയാൾക്കിനി പുറത്തേക്ക് തല കാണിക്കാൻ പോലും കഴിയാതായിരിക്കുകയാണ്. ഇറാന്റെ ഈ മിസൈൽ വെടിക്കെട്ട് അയാൾക്ക് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങൾക്കൊന്നും ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അത്രയധികം മിസൈൽ മഴ ഇങ്ങനെ സ്ഥിരം പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇപ്പോൾ മിസൈലിന്റെ വെള്ളപ്പൊക്കവും ഇടിമിന്നലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കത് ബങ്കറിൽ നിന്ന് കാണാൻ കഴിയും. ഇറാന്റെ ഈ മിസൈൽ വെടിക്കെട്ട് സ്ഥിരം പുറത്ത് നടക്കുന്നത് കൊണ്ട് മന്ത്രിമാരായ ഒരുത്തനും അണ്ടർഗ്രൗണ്ടിൽ നിന്നും ബാഹർ ഗ്രൗണ്ടിലേക്ക് കടന്നേക്കരുത് എന്നാണ് നെതന്യാഹു ഓർഡർ ഇട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഫോൺ പോലും ഉപയോഗിക്കാൻ ഒരൊറ്റ മന്ത്രി പുങ്കവനെയും നെതന്യാഹു അനുവദിക്കുന്നില്ല എന്നും നിങ്ങൾ അറിയണം. കാരണം ഫോണിന്റെ സിഗ്നൽ കണ്ട് അവിടെ ഇറാൻ ക്ലസ്റ്റർ ബോംബ് അടിച്ച് നിലവറ പൊട്ടിച്ച് തന്റെ തലയെടുക്കുമെന്ന ഭയം നെതന്യാഹുവിനുള്ളത് കൊണ്ടാണ് ഇവർക്ക് ആർക്കും ഫോൺ കൊടുക്കാത്തത്. ഈ നെതന്യാഹു ഇപ്പം ഈ ബങ്കറിൽ ഇരുന്നു കൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഓരോ പത്രസമ്മേളനം നടത്തുന്നത്, അതും അതീവ രഹസ്യമായി. ഇറാന് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പണ്ടേ തീർത്ത് കളഞ്ഞത്. ഇനി യുദ്ധം കഴിയുന്നത് വരെ മന്ത്രിമാര് അവരുടെ കുടുംബവും ഭാര്യയൊക്കെ ആയിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ കത്തെഴുതേണ്ടി വരും. അവിടെ ഒരു കത്തെഴുതി അടുത്ത വല്ല പോസ്റ്റ് ഓഫീസുണ്ട്, അതുകൊണ്ട് ഇടുക. പോസ്റ്റുമാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചോളും. അതിന് ജോലി ആവശ്യമുള്ളതുകൊണ്ട് യുദ്ധത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിലും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ പുള്ളി കൊണ്ട് കത്ത് വീടുകളിൽ കൊടുത്തോളും. അപ്പം ഈ കത്തെഴുതാൻ വേണ്ടി ഒരു മാറ്ററും കൂടി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇത്രയും മതി. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഞാൻ മരിക്കുന്നത് വരെ ജീവിക്കാൻ തീരുമാനിച്ച് നെതന്യാഹുവിൻ്റെ നിലവറയിലുണ്ട്. ഈ ഒരൊറ്റ വരി മാത്രം എഴുതിയാൽ സംഗതി കുശാലായി. കൂടുതൽ വിശേഷം ചോദിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ സുഖമാണോ സുഖമല്ലയോ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ, സുഖമല്ലല്ലോ. ഇവർക്കാർക്ക് ഇപ്പോൾ അവരുടെ വീട്ടിലോ ഓഫീസിലോ ഒന്നും കഴിയാനാവാത്ത അവസ്ഥയാണ്. അതെല്ലാം ഇറാൻ്റെ ലിസ്റ്റിലാണുള്ളത്. നെതന്യാഹുവിൻ്റെ ഓഫീസ് ഉൾപ്പെടെ ഇതിനകം തന്നെ ഇറാൻ ഏതാണ്ട് തകർത്തിട്ടുണ്ട്. ഞാനിതിങ്ങനെയൊക്കെ പറയാൻ കാരണം, ഈ മന്ത്രിമാരെല്ലാം കൂടി മൂപ്പിച്ചിട്ടാണ് നെതന്യാഹുവിനെ കൊണ്ട് ഇറാനെ കയറി അടുപ്പിച്ചത്. എന്ത് ബഹളമായിരുന്നു. നമുക്ക് ഇറാനെ അങ്ങോട്ട് കയറി ചുടണം, അങ്ങോട്ട് ചെല്ല്, അടിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് മൂപ്പിച്ചുമാർ നിർത്തിയിരിക്കാറുണ്ട് കുറേ നാളായിട്ട്. ഗസയിൽ ഹമാസിനോട് പോലും യുദ്ധവിജയം നേടാൻ കഴിയാത്ത ഇസ്രായേൽ ഇറാനോട് മുട്ടി വിജയിക്കാമെന്ന് കരുതിയിരിക്കുന്ന ഇവന്മാരുടെ തലയിൽ നേരം വെളുത്തിട്ടില്ലല്ലോ എന്ന ഒരു ദുഃഖം മാത്രമാണ് ഇന്ന് ലോകത്ത് പലരുടെയും ഉള്ളിലുള്ളത്. യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖാംനെയ്ക്ക് ഇറാനിൽ ഇത്രയധികം സ്വാധീനമുണ്ടെന്ന് നെതന്യാഹുവിനോ ട്രംപിനോ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഖാംനെയുടെ മരണവും ഇതിനു മുമ്പ് കൊലപ്പെടുത്തിയ ഇറാനിലെ രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ മരണം പോലെ ഇറാൻ നേതൃത്വം എഴുതി തള്ളും എന്നാണ് നെതന്യാഹുവും കരുതിയിരുന്നത്. ആ കണക്കൂട്ടിലാണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത്. ഖാംനെയുടെ മരണം ഇറാന്റെ നെഞ്ചിലാണ് തറച്ചത്. ഇറാൻ സൈന്യം ഭ്രാന്ത് പിടിച്ചതുപോലെ ഇസ്രായേൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ സ്ഥലങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ചങ്ങാത്തമുള്ള സകല അറബ് രാജ്യങ്ങളും ഇറാൻ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. മുഖം നോക്കുന്നില്ല, തീർക്കുകയാണ്. ഏറ്റവും അധികം ആക്രമണം നേരിടുന്നത് ദുബായും ബഹ്റൈനുമാണെന്ന് ഓർക്കണം. ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതലും ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരുടെ എയർപോർട്ടുകൾ, അവരുടെ സൈനിക താവളങ്ങൾ ഇതെല്ലാം വൻതോതിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇറാൻ ഇടയ്ക്ക് ഒരു ക്ഷമയും പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങളെ ആക്രമിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് പിന്നെയും അടിക്കുക. ഇതാണ് ഇറാൻ്റെ ടെക്നിക്ക്. ഇവരങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇറാനോട് ചിരിച്ചു കാണിക്കും, അപ്പുറത്തോട്ട് പോയി ഇസ്രായേലിനെ സഹായിക്കും. ഇറാൻ അത് തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമേരിക്കൻ സൈനികരെ മിഡിൽ ഈസ്റ്റിലിട്ട് ഇറാൻ ഇപ്പോൾ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കൂടി അടച്ചതോടെ പെട്രോൾ വിൽക്കാൻ കഴിയാതെ അറബ് രാഷ്ട്രങ്ങളെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ട് തകർക്കാൻ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും യുദ്ധം പൂർണ്ണമായും ഇറാൻ കയ്യിലെടുത്തു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇനി ട്രംപിന് പുട്ടിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് ആക്രമണത്തിൻ്റെ തോത് കുറയ്ക്കാൻ ഇറാനോട് റെക്കമെൻഡ് ചെയ്യാമെന്ന ഒറ്റ പോംവഴിയേ ഉള്ളൂ. ലോകം മുഴുവൻ ഓടി നടന്ന് ഞാനാണ് യുദ്ധം നിർത്തുന്ന രാജാവ് എന്നൊക്കെ വീമ്പടിച്ച ട്രംപ് സ്വന്തമായി ഇപ്പം ഇറാനിൽ നിന്നും വാങ്ങിക്കൊണ്ടിരിക്കുന്ന അടി വാങ്ങാതിരിക്കാൻ പുട്ടിനെ കാണാനൊരുങ്ങുന്നത് വിധിയുടെ കളിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും നമുക്ക് കാണാം.